ശ്രീ വർഗീസ് ജോർജ് ശക്തമായി പുറത്ത് പ്രതികരിച്ച നേതാവ് തന്നെയാണ് താങ്കൾ. അകത്തും ശക്തമായ ആവശ്യം ഉന്നയിച്ച നേതാവാണ്. ഇപ്പോൾ ഇതാ ADGP-യെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയിരിക്കുന്നു. ഈ നടപടിയിൽ തൃപ്തരാണോ? നടപടിയെ സ്വാഗതം ചെയ്യുന്നു. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ തന്നെ ഈ തീരുമാനം എടുത്തിരുന്നെങ്കിൽ അത് മുന്നണിയുടെ ഐക്യത്തെ കൂടുതൽ ദൃഢപ്പെടുത്തുമായിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഇതൊരു പാഠമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടകകക്ഷികളെ മാനിക്കണം. അവർ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉയർത്തുമ്പോൾ സാങ്കേതിക ന്യായങ്ങൾ പറഞ്ഞ് അതിനെ അവഗണിക്കാതെ ആ രാഷ്ട്രീയ പ്രശ്നങ്ങളെ ഗൗരവമായി ഉൾക്കൊള്ളണമായിരുന്നു. അതുകൊണ്ട് തീരുമാനം വൈകിപ്പോയി. ദ ഡാമേജ് ഹാസ് ഓൾറെഡി ബീൻ ഡൺ. പക്ഷേ സ്മൃതി ഇത്രയെങ്കിലും ചെയ്തല്ലോ. അതുകൊണ്ട് ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നു. എങ്കിലും ചെയ്തല്ലോ. ശരിക്കും ഇതിലും കൂടുതൽ ചെയ്യേണ്ടതായിരുന്നു എന്ന് താങ്കളുടെ സ്വരത്തിൽ നിന്ന് വ്യക്തമാണ്. പക്ഷേ പൂർണ്ണമായ റിപ്പോർട്ട് കിട്ടിയ ശേഷം ഇനി അടുത്തൊരു നടപടി കൂടിക്കുള്ള സാധ്യത കൂടി കാണുന്നുണ്ടോ? ഇത് വാസ്തവത്തിൽ ഉദ്യോഗസ്ഥന്മാർക്കുള്ള ഒരു താക്കീതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ ഭരിക്കുമ്പോൾ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നടപടി ഒരു ഉദ്യോഗസ്ഥനും കൈക്കൊള്ളാൻ പാടില്ല എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടിയാണ്. അതുകൊണ്ട് പൂർണ്ണമായ റിപ്പോർട്ടുകളും മറ്റു നടപടികളും വരുമ്പോൾ അക്കാര്യത്തിൽ നമുക്ക് ചില തീരുമാനങ്ങൾ LDF-ന്. ശ്രീ വർഗീസ് ജോർജ്, ഇപ്പോൾ അറിയാനാകുന്നത് RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട കൃത്യമായൊരു വിശദീകരണം നൽകാൻ ADGP-ക്ക് കഴിഞ്ഞില്ല. അതാണ് ഇപ്പോൾ ഈ സ്ഥാനചലനത്തിന് കാരണമെന്നുള്ളതാണ്. ഇത് ചോദിച്ചറിയാൻ ഇത്ര താമസമോ, ഈ 36 ദിവസമോ? സ്മൃതി, ഇത് ഞങ്ങൾ ആദ്യം തൊട്ട് പറഞ്ഞാണല്ലോ. പ്രിയപ്പെട്ട ഉണ്ണി ബാലകൃഷ്ണനും ഒരു ചർച്ചയിൽ, നമ്മുടെ ചർച്ചയിൽ തന്നെ പറഞ്ഞല്ലോ, ഇത് ഒരു രാഷ്ട്രീയ പ്രശ്നമാണ്. ആ രാഷ്ട്രീയ പ്രശ്നത്തെ നേരിടേണ്ടത് ഗവൺമെന്റും LDF-ഉമാണ്. ഇത് പോലീസ് അന്വേഷിക്കേണ്ട ഒരു വിഷയമല്ല. ഒരു പോലീസ് ഓഫീസർ മറ്റൊരു പോലീസ് ഓഫീസറെ കുറിച്ച് ഒരു രാഷ്ട്രീയ പ്രശ്നം അന്വേഷിച്ചാൽ അതിന്റെ ഉള്ളടക്കം എങ്ങനെ പുറത്തു വരാനാണ്? അതുകൊണ്ട് ഗവൺമെന്റ് ഇത്തരം ഒരു നടപടിയെക്കുറിച്ച് അറിഞ്ഞ് മാത്രയിൽ തന്നെ ശക്തമായ നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ അത് LDF-ന് കുറെ കൂടെ രാഷ്ട്രീയമായ നേട്ടം സൃഷ്ടിച്ചേനെ.